നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളുടെ ആലപ്പുഴ വ്ളോഗും അതുപോലെ തന്നെ ലുലു മാളൊക്കെ വിസിറ്റ് ചെയ്ത വ്ളോഗെല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ആ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അക്ബർക്കയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചട്നി കൊണ്ടാണ്. കടുവൊന്നും വറുത്തിടാതെ ഉണ്ടാക്കിയ ചട്നിയാണ്. നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ചട്നി. അതുപോലെ തന്നെ ഈ ചട്നി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ ഉണ്ടാക്കിയല്ല ആ ചട്നി എന്ന്. ഇഡ്ഡലി സാമ്പാർ ചട്നി അടിപൊളി. ഒരു കുറച്ചും കൂടെ ഡിഫറെന്റാ. ഇതിൽ കടുകൊന്നും ഇട്ടിട്ടില്ലല്ലോ. അത് നല്ല ടേസ്റ്റ്. ഇത് എങ്ങനെയാ? സ്പീഡപ്പ് വേണം, അത് പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളൊരു സംഭവത്തിൽ. അപ്പൊ കടുക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ കടുക് കടിച്ചു കഴിഞ്ഞാലേ ഒരു ആ കടുകിന്റെ ടേസ്റ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കടുക് സാമ്പാറിന് ഒക്കെ ചട്നിയില് നല്ലത്. ഇതൊരു ഐഡിയ. തേങ്ങ അരച്ചത് വെറും തേങ്ങ നമ്മള് മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, എന്നിട്ട് മിക്സിയിലടിക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ വറവിടുന്നതി സവോള മാത്രം. സവോള നമ്മുടെ പച്ചമുളകില്ല, അത് ഇട്ട് വാറ്റിയിട്ട് ഓഫ് ആക്കിയിട്ട് ഇത് ഒഴിക്കുക, ഉപ്പിടുക. പിന്നെ ചൂടാകരുത്. ഇട്ട് ചൂടാകല്ലേ, ചൂടായി കഴിയുമ്പോൾ തേങ്ങ പൊട്ടിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവി എടുക്കാം. 1/2 പീസ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ വീട്ടിൽ, അതുകൊണ്ട് 3 പേർക്കുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 പീസ് തേങ്ങ മതി. ചെറിയ തേങ്ങയാണ്, 1/2 പീസ് തന്നെ ധാരാളമാണ്. ഇനി ഈ തേങ്ങയെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് എടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, വളരെ കുറച്ച് മതി. ഒരു 2-3 പിഞ്ച് മഞ്ഞൾപ്പൊടി അത്രയും മതി, ഒരുപാടൊന്നും വേണ്ട. ഇതന്നെ അധികമാണെന്ന് തോന്നുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഓരോരുത്തർക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് റെഗുലർ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ തേങ്ങ ജസ്റ്റ് കവർ ചെയ്യുന്ന അത്രയും വെള്ളം അത്ര മതി. ഇതിലോട്ട് ഞാൻ ഉപ്പ് ഇവിടെ ചേർക്കാണ്. വേണമെങ്കിൽ വറവ് തയ്യാറാക്കി എടുത്തതിന് ശേഷം ഉപ്പ് ചേർത്താലും മതി. ഇവിടെ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ചേർക്കണം. ചെറിയൊരു പീസ് ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഒരുപാടൊന്നും അരച്ചെടുക്കരുത്, കാരണം ചട്നിയിൽ ചെറുതായിട്ട് അരിഞ്ഞു വരുന്നതാണ് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഒരു കറിയുടെ പോലെയൊക്കെ അരച്ചെടുത്താൽ ചട്നിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അടുത്തതായിട്ട് നമുക്ക് സവാള എടുക്കാം. ഞാനിവിടെ 1/2 പീസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള സവാള തന്നെയാണിത്, അതുകൊണ്ട് ഞാൻ 1/2 പീസ് എടുത്തത്. ഇനി ചെറിയ സവാളയാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നമ്മുടെ ട്രഡീഷണൽ കേരള ഡിഷസ് ഒക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരട്ടെ. ചൂടായ എണ്ണയിലോട്ട് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചട്നിയിൽ കടുക് ചേർക്കില്ല. അക്ബർക്ക പറഞ്ഞത് കടുക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിലോട്ട് കടുകൊന്നും ചേർക്കുന്നില്ല. അക്ബർക്കയുടെ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സവാള ഒന്ന് വഴന്നു വരട്ടെ. നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പാണിത്. ഇനി സവാള വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ കുറച്ച് വറ്റൽമുളകും ചേർക്കാം. ഇനി ഈ കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ ചട്നിയിൽ കറിവേപ്പിലയൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ, അതുവരെ വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് വഴന്നു പോവുകയും ചെയ്യരുത്. നമ്മൾ സവാള നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ചട്നിയുടെ അരപ്പ് ഒഴിക്കാം. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ചട്ടിയുടെയും ഗ്യാസിന്റെയും ചൂടിലിരുന്നിട്ട് ഈ ചട്നി ഒന്ന് ചൂടായി വരും, അത്ര മതി. ഇനി തീ കത്തൊന്നും വേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി പച്ചോടെ ചട്നി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറച്ച് സമയം വയ്ക്കാം. കുറച്ച് സമയം വെച്ചാൽ ചട്നി തിളക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി വരിക, അത്ര മാത്രമേ പറ്റുള്ളൂ. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ അക്ബർക്കയുടെ അതേ ചട്നിയുടെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് കളർ മാറിയിട്ടുണ്ട്. മഞ്ഞൾ കുറച്ച് അധികമായി തോന്നുന്നു. എന്നാലും മഞ്ഞളിന്റെ കുത്തലൊന്നും ഇല്ല കേട്ടോ. ആകെ 2-3 പിഞ്ചേ മഞ്ഞളുള്ളൂ ഇതില്. ഇവിടെ ഞാൻ ദോശമാവാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് വെറും 1 കപ്പ് അരിയും ഉഴുന്നും ഉലുവയും എല്ലാം കൂടെ കൂട്ടി അരച്ചെടുത്തതാണ്. 1 കപ്പേ ഉള്ളൂ. 2 പേർക്കുള്ള ദോശമാവാണിത്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത്. നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നത് കൊണ്ട് തന്നെ ഞാൻ നല്ല കട്ടിയുള്ള ദോശയാക്കിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഈ പൊങ്ങി വന്ന ദോശമാവ് കൊണ്ട് കട്ടിയുള്ള ദോശ ഉണ്ടാക്കിയാൽ നല്ല സ്പോഞ്ചി ആയിരിക്കും ദോശ. നല്ല ടേസ്റ്റ് ആയിരിക്കും. എണ്ണ തടവിയ ദോശക്കല്ലിലോട്ട് ഞാൻ ദോശമാവ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുകയാണ്. അടച്ചു വെക്കാം, വെന്ത് വരട്ടെ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല കിടിലനായിട്ടുള്ള ദോശയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇനി എണ്ണ തടവിയതിന് ശേഷം നമുക്ക് അടുത്ത ദോശ ചുട്ടെടുക്കാം. ഇതുപോലെ മുഴുവൻ ദോശയും ചുട്ടെടുക്കണം. നമ്മൾ ബോട്ടിങ്ങിൽ പോയപ്പോഴും ഇഡ്ഡലിയുടെ കൂടെയാണ് ആ ചട്നി സെർവ് ചെയ്തത്. ഇവിടെ ഞാൻ ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ചട്നി സെർവ് ചെയ്യാം. എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഒഴിക്കാം. ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ഉള്ളി ചേർത്തിട്ട് ചട്നി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ അതിൽ ഞാൻ കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ചട്നി എക്സ്പെൻസ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആണിത്. ഇനി ഇത് ദോശയുടെ കൂടെ മാത്രമൊന്നുമല്ല, ഇഡ്ഡലിയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.